ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ കുറച്ച് കൊക്കോയൊക്കെ ഞങ്ങളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇപ്പോഴും ഞങ്ങൾ തൊടുപുഴയിൽ തന്നെയാണ്. അപ്പോൾ തൊടുപുഴയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് കപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കപ്പയൊക്കെ നട്ടത് നോക്കാൻ വേണ്ടിയിട്ട് കപ്പക്കാലയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. കപ്പക്കാല എന്നൊക്കെ പറയും കേട്ടോ, കപ്പക്കാല, കപ്പത്തോട്ടം അങ്ങനെയൊക്കെ പറയുവേ. അപ്പോൾ ഇതാ കപ്പക്കാലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതാ നിറയെ പുല്ല് കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന അമ്മായി അത്ഭുതപ്പെട്ടു പോയി. എന്ത് പുല്ലാ, ഒരാഴ്ച മുമ്പ് വന്ന് പുല്ല് പറിച്ചതല്ല, പുല്ല് മുട്ടിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പുല്ല് കിളുക്കാൻ വേണ്ടി. ഇത്ര പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിളുത്തല്ലോ, കാട് പോലെ ആയല്ലോ എന്ന് പറഞ്ഞ് അമ്മായി ഭയങ്കര സങ്കടം പറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് സങ്കടമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പതുക്കെ 2-3 ചോട് കപ്പയുടെ പുല്ല് ഞങ്ങൾ പതുക്കെ പറിച്ചു കേട്ടോ. അപ്പം ഞാൻ പറിക്കുന്നതിൽ നല്ല വേഗത്തിൽ അമ്മായി കപ്പയുടെ കാടൊക്കെ ഇങ്ങനെ പറിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയെ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. ഞാനാണെങ്കിൽ കുത്തിയിരുന്ന് പതുക്കെ സ്ലോ മോഷനിൽ ഇങ്ങനെ പുല്ല് പറിക്കുക കേട്ടോ. അപ്പം എൻ്റെ കൂട്ടത്തിൽ ശാമികയുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് കപ്പക്കാലയിലേക്ക് വന്നത്. അപ്പം അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മായിക്ക് പുല്ലെല്ലാം കണ്ട് അമ്മായി കണ്ണ് തള്ളി നിൽക്കുമായിരുന്നു. അയ്യോ എന്ത് പുല്ലാണ്, ഒരാഴ്ച മുമ്പ് ഒരാഴ്ചയല്ല, കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ ഇത്രയും പുല്ലൊന്നും ഇല്ലായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് പുല്ലായല്ലോ, ഇനി ഇതെല്ലാം പറിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് അമ്മായി ഒരു ചോടിൻ്റെ പുല്ലിങ്ങനെ പറിച്ചു. അപ്പം ഞാനും കൂടി പതുക്കെ ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുക കേട്ടോ. ഒത്തിരി ഒന്നും പറിച്ചില്ല, ഒരു 2-3 ചോട് കപ്പയുടെ പുല്ല് പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേക്കിന് മഴക്കാറ് വന്നായിരുന്നേ. പിന്നെ അതിൻ്റെ ചോട്ടിലൊരു പേരമരം നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതിൽ നല്ല പഴുത്ത പേരക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നിട്ട് അതിൽ നിന്ന് പഴുത്ത പേരക്കയൊക്കെ പറിച്ച് ഞങ്ങൾ പേരക്കയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.